നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് രാജ്യവ്യാപകമായ ഒരു വിദ്യാഭ്യാസ ബന്ദ് നടക്കുകയാണ്. ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ജന്തർ മന്ദറിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ ഇപ്പോഴത്തെ ഈ ഒരു സമരം വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും സിനിമാ പ്രവർത്തകരും മറ്റ് സാംസ്കാരിക നായകരും ഒക്കെ ഇതിലേക്ക് പിന്തുണയായിട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമായിട്ട് നോക്കാം. ഇന്ത്യയിലെ മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തുന്ന ഏകീകൃത പ്രവേശന പരീക്ഷയാണ് നീറ്റ് UG പരീക്ഷ. രാപ്പകലില്ലാതെ വർഷങ്ങളോളം കഷ്ടപ്പെട്ടു പഠിച്ച് എഴുതിയ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് കുട്ടികളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് അഴിമതികളും പുറത്തു വന്നത്. കഠിനാധ്വാനം ചെയ്ത് പാവപ്പെട്ട കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞപ്പോൾ പണം നൽകിയവരും ക്രമക്കേട് കാട്ടിയവരും ഉയർന്ന റാങ്കുകൾ ലഭിച്ചു എന്ന വലിയ ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇവിടെ ഏറ്റവും ദാരുണമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രമക്കേടുകൾ പുറത്തു വന്നതോടെ പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യം, വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടായി. മാസങ്ങളോളം ഉറക്കളച്ച് കഷ്ടപ്പെട്ട് എഴുതിയ പരീക്ഷ റദ്ദാക്കപ്പെടുകയും വീണ്ടും പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വന്നതും കുട്ടികളിലുണ്ടായ മാനസിക സമ്മർദ്ദം ചെറുതല്ല. ഈ കടുത്ത നിരാശയിലാണ് പല പാവപ്പെട്ട വിദ്യാർത്ഥികളും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായത്. ഈ ഒരു ദാരുണമായ വഴി തിരഞ്ഞെടുത്തതിന് ഈ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് സമാധാനപരമായി മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അടിച്ചമർത്താനും തല്ലി ഓടിക്കാനും ശ്രമിച്ചത് സമരം കൂടുതൽ ശക്തമാകാൻ വഴിതെളിച്ചു. നിലവിൽ ഈ ഒരു വിഷയം വലിയ രാജ്യവ്യാപകമായ രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറിക്കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം പരീക്ഷാ നടത്തിപ്പിലെ വലിയ വീഴ്ചകൾക്കെതിരെയും കുറ്റക്കാർക്കെതിരെയും മറ്റു പാർട്ടികളും രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ ആഹ്വാനം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾക്ക് പുറമെ പ്രമുഖ സിനിമാ പ്രവർത്തകരും സാംസ്കാരിക നായകരും കുട്ടികൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുമുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണം കൊടുത്തോ ക്രമക്കേട് നടത്തിയ ഒരാൾ മെഡിക്കൽ കോളേജിൽ കയറിപ്പറ്റിയാൽ, ഡോക്ടറായി പുറത്തിറങ്ങിയാൽ നാളെ നമ്മളുടെയും നമ്മളുടെ കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിക്കേണ്ടത് അവരാണ്. കൃത്യമായ യോഗ്യതയും അറിവുമില്ലാതെ ഡോക്ടറായി മാറിയാൽ അവർ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് വരുത്തുന്ന അപകടം എത്രത്തോളം വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇത് വെറും ഒരു വിദ്യാർത്ഥി പ്രശ്നമല്ല, നമ്മൾ ഓരോ സാധാരണക്കാരൻ്റെയും ജീവൻ്റെ പ്രശ്നമാണ് പറയുന്നത്. സമരരംഗത്തുള്ളവർ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, വലിയ വീഴ്ചകൾ വരുത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. 2, പരീക്ഷാ അപാധകളും നിരാശകളും കാരണം മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. 3, പരീക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും സുതാര്യവൽക്കരിക്കുകയും അർഹരായ കുട്ടികൾക്ക് നീതി ലഭിക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പ്രതിഷേധം കനത്തതോടെ ഈ വിദ്യാർത്ഥികളുമായി 2ാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പരീക്ഷാ ചോർച്ചയിലെ കുറ്റക്കാർക്കെതിരെ വേഗത്തിൽ നടപടിയെടുക്കാൻ ഒരു അതിവേഗ കോടതി രൂപീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേവല വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥികളും സമരസമിതിയും. മുൻപ് ഇതുപോലെ അന്വേഷണ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടാകാത്ത അനുഭവമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. പരീക്ഷാ ഏജൻസികളിലെ അടിമുടി മാറ്റവും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷയും ഉറപ്പാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഇത്തരം പരീക്ഷകളിലെ ക്രമക്കേട് കാട്ടുന്നവർ ശിക്ഷിക്കപ്പെടുകയും ഓരോ വിദ്യാർത്ഥികളുടെയും കഠിനാധ്വാനത്തിന് അർഹിച്ച വില ലഭിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു കിട്ടുകയുള്ളൂ. നമ്മുടെ നാടിൻ്റെയും ആരോഗ്യ മേഖലകളുടെയും ഭാവി സംരക്ഷിക്കാൻ പോകുന്ന ഈ വിദ്യാർത്ഥികൾക്ക് അർഹമായ നീതി ലഭിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ സമരത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.